കാലവർഷം ശക്തമായി മഴ തകർത്ത് പെയ്യുകയാണ്. നമുക്ക് ഇരുചക്ര വാഹനമെടുത്ത് പുറത്ത് പോയേ ഒക്കൂ. അങ്ങനെ പോകുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കുക. അതുപോലെ മഴക്കാലത്തൊരു റെയിൻകോട്ടും നമ്മുടെ ബാക്ക് പാക്കിനൊരു റെയിൻ കവറും ഉണ്ടായാൽ നന്നായിരിക്കും. ഇതിനെല്ലാം ഉപരിയായി വാഹനത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ പരിശോധിക്കണം. അത്യാവശ്യം വേണ്ട സർവീസുകൾ തീർച്ചയായിട്ടും ചെയ്യുക. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷനും ബ്രേക്കിങ്ങുമാണ്. പെട്ടെന്നൊരു വാഹനം നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്തേ വെക്കൂ. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനത്തെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് ബ്രേക്ക് മാത്രമല്ല, വാഹനത്തിൻ്റെ ടയറും കൂടിയാണ്. തേഞ്ഞു തീർന്ന് മുട്ട പോലെയാണ് ടയറിൻ്റെ കണ്ടീഷനെങ്കിൽ വാഹനം പിടിച്ച സ്ഥലത്തൊന്നും നിൽക്കില്ല. ഡ്രം ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്ക് ഷൂവും, ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്ക് പാഡുകളും ചേഞ്ച് ചെയ്യുക. സഡൻ ബ്രേക്കിങ്ങൾ ഒഴിവാക്കാൻ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും കൃത്യമായ ഒരു അകലം പാലിക്കുക. മഴയുള്ള സമയത്ത് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് തെളിയിച്ചുകൊണ്ട് തന്നെ ഓടുക. ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വയ്ക്കുക. നിങ്ങളുടെ ടെയിൽ ലൈറ്റും ബ്രേക്ക് ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും കൃത്യമായി ഉറപ്പുവരുത്തുക. സിഗ്നലുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്ലോ ഡൗൺ ചെയ്ത് ഡബിൾ ലൈൻ ഇപ്പുറം നിർത്തുക. വാഹനം നിർത്തുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മൾ റിയർ വ്യൂ മിറർ പരിശോധിക്കണം. പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ, അതിൻ്റെ വേഗത എത്രയാണ് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കണം. ഇതുപോലെ ലൈൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കണം. അതുപോലെ തിരിച്ച് പഴയ ലൈനിലേക്ക് പോകുമ്പോഴും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. പലരും വാഹനം തിരിക്കുമ്പോൾ മാത്രമേ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറുള്ളൂ. ലൈൻ ചേഞ്ചിന് പലരും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാറില്ല. പക്ഷേ 1-2 ആഴ്ച നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റൈഡിങ്ങിൻ്റെ ഭാഗമായി മാറും. തൊട്ട് മുന്നിലുള്ള വാഹനത്തെ മാത്രമല്ല, ദൂരെയുള്ള വാഹനങ്ങളെ നമ്മൾ സ്കാൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ കണ്ടില്ലേ, ആ ഓട്ടോറിക്ഷ പെട്ടെന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെടുത്തു. ഞാനത് ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് സ്മൂത്തായി മുന്നോട്ട് പോകാൻ സാധിച്ചു. മഴക്കാലത്ത് റോഡിലെ വെള്ളക്കെട്ടുകളും പോട്ട് ഹോൾസും നമുക്ക് വില്ലൻ തന്നെയാണ്. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു പോയേ ഒക്കൂ. ഇതുപോലുള്ള ജംഗ്ഷനുകളിൽ നമ്മൾ വാഹനം സ്ലോ ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. മഴ തുടങ്ങിയാൽ പിന്നെ എല്ലാ ജംഗ്ഷനുകളും നമ്മൾ കോഷ്യസ് ആയി ക്രോസ് ചെയ്ത് പോകാവൂ. ഇതുപോലുള്ള ടേണിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൃത്യമായി ആക്സലറേറ്റർ കൊടുത്ത് മുന്നോട്ട് പോവുക. പെട്ടെന്നുള്ള ആക്സലറേഷനും ടേണിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ബ്രേക്കിങ്ങും വാഹനത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാൻ കാരണമായേക്കാം. ഇൻഡിക്കേറ്റർ ഇടാതെ മറ്റു വാഹനങ്ങളെ പരിഗണിക്കാതെ ഇതേപോലെ റോഡിലേക്ക് വെറുതെ കയറാതിരിക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റോഡിനോട് ചേർന്ന് ഒടിഞ്ഞു കിടക്കുന്ന മരച്ചിലകളും പൊട്ടിക്കിടക്കുന്ന ലൈൻ കമ്പികളുമാണ്. മരച്ചിലകൾ വീണ് റോഡിന് കുറുകെ ലൈൻ പൊട്ടിക്കിടക്കുന്നുവെങ്കിൽ നമ്മളവിടെ വാഹനം നിർത്തി പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവുക. റോഡിൽ വെള്ളക്കെട്ടുള്ള സമയത്ത് അതിനു മുകളിലൂടെ വേഗത്തിൽ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ അത്യന്തം അപകടകരമായ ജലപാളി പ്രവർത്തനം അഥവാ അക്വാപ്ലെയിനിങ് എന്ന പ്രതിഭാസത്തിന് അത് കാരണമായേക്കാം. വാഹനം നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന വേഗതയിൽ മാത്രം ഓടിക്കുക. ഇതുപോലെയുള്ള സഡൻ ബ്രേക്കിങ്ങൾ വേണ്ടിവരുന്ന സമയത്ത് കൃത്യമായ അകലം പാലിക്കുക. അവസാനമായി, മഴക്കാലത്ത് സിഗ്നലുകൾ ബ്രേക്ക് ചെയ്ത് പോവാതിരിക്കുക. നിങ്ങളുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ട് നിങ്ങളുടെ ജീവൻ മാത്രമല്ല, എതിരെ വരുന്ന വാഹനത്തിലെ ആളുകളുടെ ജീവനും ഭീഷണിയാണ്. ഇവിടെ കണ്ടില്ലേ, വലത്തേക്ക് പോകാനുള്ള സിഗ്നൽ ആയിട്ടില്ല. പക്ഷേ ആളുകൾ ഇങ്ങനെ പോകുന്നവരെ ശുംഭൻ എന്നേ വിളിക്കാനുള്ളൂ, പ്രകാശം പരത്തുന്നവർ. അപ്പോൾ നമുക്ക് സമാധാനമായി ഇരുചക്ര വാഹനം ഓടിക്കാം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.